നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറ്റവും നിർണായകമായ പുതിയ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. മാറ്റങ്ങളുടെ പാതയിലേക്കാണ് സൗദി അറേബ്യയുടെ നീക്കമെങ്കിലും പ്രവാസികൾക്ക് ഇത് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ചെറിയ സംശയങ്ങളും സൂചനകളും ഉയരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഏറെ പ്രതീക്ഷയോടെയാണ് ഓരോ പ്രഖ്യാപനവും പ്രവാസികൾ കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ മറ്റൊരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സൗദി അറേബ്യൻ ഭരണാധികാരി ബിൻ സൽമാൻ. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന തങ്ങളുടെ സുഹൃത്തുക്കളെയും പരിചയക്കാരെയും സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരുന്നതിന് സൗദി പൗരന്മാർക്ക് വ്യക്തിഗത സന്ദർശന വിസ ലഭ്യമാക്കുന്ന പുതിയ സംവിധാനം വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. വിസ ഉടമകൾക്ക് രാജ്യത്തെ എല്ലാ ടൂറിസം പ്രദേശങ്ങളിലും നഗരങ്ങളിലും യാത്ര ചെയ്യാനും ഉംറ നിർവഹിക്കാനും മദീനയിലെ പ്രവാചകന്റെ മസ്ജിദ് സന്ദർശിക്കാനും മതപരവും ചരിത്രപരവുമായ സുപ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കാനും സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാനും സന്ദർശകർക്ക് അനുവാദം നൽകുന്നതാണ് ഈ വിസിറ്റ് വിസകൾ. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റായ www.visa.mofa.gov.sa എന്ന ഈ വിസ പ്ലാറ്റ്ഫോമിലൂടെ എളുപ്പത്തിലും ലളിതമായ നടപടിക്രമങ്ങളിലൂടെയും വിസ ലഭ്യമാക്കാമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. മന്ത്രാലയത്തിന്റെ ഈ വിസ പ്ലാറ്റ്ഫോമിൽ ഇൻഡിവിജ്വൽ വിസിറ്റ് വിസ തെരഞ്ഞെടുത്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതുവഴി സൗദി പൗരന്മാർക്ക് അവരുടെ സുഹൃത്തുക്കളെയും പരിചയക്കാരെയും സൗദി അറേബ്യ സന്ദർശിക്കാനും ഉംറ നിർവഹിക്കാനും ക്ഷണിക്കാമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വ്യക്തിഗത സന്ദർശന വിസയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ ഈ വിസ പ്ലാറ്റ്ഫോമിലെ വ്യക്തിഗത സേവന വിഭാഗം വഴിയും നഫാദ് ഏകീകൃത ദേശീയ പ്ലാറ്റ്ഫോം വഴി ലോഗിൻ ചെയ്ത് സമർപ്പിക്കാം. അപേക്ഷാ ഫോമിൽ ആവശ്യപ്പെടുന്നത് പ്രകാരം സന്ദർശകരുടെ അടിസ്ഥാന വിവരങ്ങൾ പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്താൽ മതിയാകും. അപേക്ഷ സ്വീകരിക്കപ്പെടുന്ന പക്ഷം വ്യക്തിഗത സന്ദർശന വിസ ഡോക്യുമെന്റ് ലഭിക്കുന്നതാണ്. സന്ദർശിക്കാൻ ക്ഷണിക്കപ്പെടുന്ന വ്യക്തി വിസ പ്ലാറ്റ്ഫോമിൽ പ്രവേശന വിസ അപേക്ഷാ ഫോറം പൂരിപ്പിച്ച ശേഷം ഫീസും മെഡിക്കൽ ഇൻഷുറൻസും അടയ്ക്കുന്ന പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം അപേക്ഷയും പാസ്പോർട്ടും സൗദി അറേബ്യയുടെ എംബസിയിലോ കോൺസുലേറ്റിലോ അല്ലെങ്കിൽ കോൺസുലേറ്റിന്റെ അംഗീകാരമുള്ള സെനറ്റുകളോ ഓഫീസുകളോ വഴി സമർപ്പിക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു. പ്രവേശന വിസ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ട് ലഭിച്ചതിനു ശേഷം അവർക്ക് എല്ലാ വിമാനത്തിലോ കടൽ മാർഗമോ കരമാർഗമോ സൗദിയിലേക്ക് വരാമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൗദി കിരീടാവകാശിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിഷൻ 2030 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി വിദേശ സന്ദർശകരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ വിസിറ്റ് വിസ പദ്ധതി നടപ്പിലാക്കുന്നത്. അതേസമയം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ കുവൈറ്റ് പൗരന്മാർക്ക് വിസയില്ലാതെ പ്രവേശനം അനുവദിക്കുന്നത് സംബന്ധിച്ച് ശുപാർശയിന്മേൽ യൂറോപ്യൻ പാർലമെന്റ് ഇന്ന് വോട്ട് ചെയ്യുമെന്ന് സിവിൽ ലിബർട്ടീസ് ഹോം അഫയേഴ്സ് കമ്മിറ്റി അറിയിച്ചു. ഈ മാസം 17 നടക്കേണ്ടിരുന്ന വോട്ടെടുപ്പാണ് ഇന്നത്തേക്ക് മാറ്റിയത്. ഇളവിന് ആവശ്യമായ എല്ലാ നിബന്ധനകളും നേരത്തെ കുവൈറ്റ് പൂർത്തിയാക്കിയിരുന്നു. കുവൈറ്റുകളെ ഷെങ്കൻ വിസയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് മാർഗരിറ്റസ് ഷിനാസ് വ്യക്തമാക്കി. നേരത്തെ കുവൈറ്റിൽ 7 തടവുകാരുടെ വധശിക്ഷ നടപ്പാക്കിയതിനെ തുടർന്ന് കുവൈറ്റും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.